ദിനവും നമ്മൾ വേദപുസ്തകത്തിലൂടെ ശ്രദ്ധയോടെ, സഭാപ്രസംഗം 1 സദൃശവാക്യം 4:21 പറയും, ശ്രദ്ധയോടെ വചനം ഭയഭക്തിയോടെ നമ്മൾ ബിജെപിക്കാരല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് മോദി ഇവിടെ വരുന്ന മോദി നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ എത്ര ഭവ്യതയോടെ ബഹുമാനത്തോടെ കേൾക്കാതിരിക്കും? അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളോട് വല്ലതും പറയുവാനുണ്ടെങ്കിൽ പറഞ്ഞു വെച്ചിട്ട് ഇതൊന്ന് ഓണാക്കുമ്പോൾ കേൾക്കാൻ, ശ്രദ്ധയോടെ ഇത് വായിക്കുമ്പോൾ ഇതൊരു വീഡിയോ ഓഡിയോ കാസറ്റ് പോലെ നമുക്ക് ഇത് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. വെളിപ്പെട്ട് കിട്ടും, മനസ്സിലാവും, അഭിഷേകം പ്രാപിക്കാൻ പറ്റും. ജീവൻ മാത്രം പോരാ. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ, യേശുക്രിസ്തു മനസ്സിലാവുന്നില്ലേ? യേശുക്രിസ്തു പേരെന്താ? അശ്വതിക്ക് വേണ്ടി, ഐശ്വര്യക്ക് വേണ്ടി, രാധാകൃഷ്ണന് വേണ്ടി എന്റെ സ്ഥാനത്ത് എനിക്ക് സാധിക്കാത്തതിനെ സാധിക്കാൻ, എനിക്ക് ദൈവമായിട്ട് ജീവിക്കാനോ പാവം ചെയ്യാതെ ജീവിക്കാനോ പറ്റുന്നില്ല. പാവം ചെയ്തു പോകും. നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന യൂതിന് കൊടുത്ത പ്രമാണമൊന്നുമില്ല. പക്ഷെ നമുക്കും ചില പ്രമാണങ്ങൾ ഉണ്ട്. അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അമ്പലത്തിൽ പോകണം, അത് ചെയ്യണം, പ്രമാണമുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തെ അറിയില്ല, വിശുദ്ധരായി ജീവിക്കാൻ അറിയില്ല. അങ്ങനെ ജീവിക്കാതെ എങ്ങനെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമുക്ക് നിത്യമായ ജീവിതം ഉണ്ടാകണം. ഇവിടുന്ന് മരിച്ചാൽ എന്ന് ലോകം പറയുന്ന നിദ്ര കൊണ്ടാൽ അപ്പന്റെ അടുത്തേക്ക് പോണ്ടേ? കാരണം നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുക. അത്യുന്നതിന്റെ പുത്രന്മാരാണ് എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ എനിക്ക് പുത്രന്മാരാണ് എഴുതി വെച്ചിരിക്കുക. കണ്ടീഷൻ വിശുദ്ധിയുള്ളവരാകണം, വേർപാടുള്ളവരാകണം, ആത്മാവിനാൽ നടത്തപ്പെടണം.